ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ യാത്ര പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, അത് നമ്മുടെ വയനാട്ടിലേക്കാണ് കേട്ടോ. സീഗോട്ട് ബനാസോറ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി, അതായത് ഹസ്ബൻഡ് രണ്ട് ഫ്രണ്ട്സായിട്ട് അവിടെ പോണത്. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്കാട്ടോ പോയത്. കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു ഇവിടേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഞാൻ റൂമിൽ പോയി റൂമൊക്കെ കണ്ടു. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. 3 ഫാമിലിക്ക് 3 റൂം എടുത്തിരുന്നു. നല്ല ഭംഗിയുള്ള റൂമുകളായിരുന്നു. എല്ലാവർക്കും റൂമും ഒക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് സമയം ലേറ്റായി. 12 മണി കഴിഞ്ഞേക്കണം. എന്നിട്ടും ആ കൂടെ ആളുകൾ അങ്ങനെ നടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടുതലാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇത് ഫുഡ് കഴിക്കണ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അവർ ഞങ്ങൾ വിളിച്ചിരുന്നു വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്, ലേറ്റായി പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിച്ചു വന്നു. തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോയി. മോർണിംഗ് നേരത്തെ എണീച്ചു. പക്ഷെ ഒരു ഭാഗമില്ല, നല്ല മഴ കാരണം അവിടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വന്നപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ കണ്ടെങ്കിൽ നല്ല വെളിച്ചുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ വിചാരം നല്ല ചൂടുള്ള വെള്ളം അയച്ചിട്ടാണ് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. പാവം കുട്ടികൾ. അങ്ങനെയുള്ള സമയത്ത് എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ട് പിള്ളേരൊക്കെ പാടെ വെള്ളത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം അതിൻ്റെ പുറകിൽ ഡാമാണ്. ഈ റിസോർട്ടിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിന് ചുറ്റും ഡാമാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഇടയ്ക്കിടയ്ക്ക് മഴ കാരണം നമുക്കങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കാനുള്ള സമയം കിട്ടില്ല. ഒന്നാമത് നമ്മൾ ഒരുപാട് നേരം വൈകിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ജ്യൂസ് വരെ ഉണ്ടായിരുന്നു. മോർണിംഗ് ആണെങ്കിലും ജ്യൂസ് കുടിക്കുമോ? അല്ല, ഞാൻ കുടിക്കലില്ല കേട്ടോ. കുടിക്കും, പക്ഷെ ഓൾറെഡി അവിടെ ഭയങ്കര തണുപ്പായി കാരണം ജ്യൂസ് കുടിക്കാതെ മൂടൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കണത് മുട്ടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഇഷ്ടമാണ്. അപ്പോൾ മുട്ട, പിന്നെ ദോശ, ചട്നിയൊക്കെ ആയിട്ട് ഞാൻ എടുത്തത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും പാടെ ഫുഡ് കഴിച്ചു. എല്ലാവരും കോമൺ ആയിട്ട് മുട്ട എടുത്തിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലായിടത്തും ഒന്നും കൂടി പോയി കണ്ടു. കാരണം നമുക്ക് 12 മണിയാകുമ്പോഴത്തേനും റൂമിൽ നിന്ന് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 12 മണിക്ക് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ പാടെ റൂമിലൊക്കെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവിടെയൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ പിന്നെ അത് മതി. പാർക്കിൽ പോയാൽ കുറേ നേരം പാർക്കിലിരുന്ന് കളിക്കും. ഊഞ്ഞാലയും ഉരസി പാർക്കും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ട് നമ്മൾ റിസോർട്ടിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ടും കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുക്കാനും പിന്നെ കുറച്ച് നേരം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ റിസോർട്ട് എടുക്കുക. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ റിസോർട്ട്. കാരണം കുറച്ച് സമയം നമുക്ക് ഫാമിലിക്ക് വേണ്ടി മാറ്റി മനസ്സൊരു റിലാക്സൊക്കെ ആവും. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകണ നേരത്ത് നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ഉണ്ടെങ്കിൽ കൂടി കാണാനും ഇറങ്ങാനും പാകം ഉണ്ടായില്ല. കാരണം നല്ല മഴയല്ലേ. അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു വയ്യായി ഉണ്ടായല്ലോ. അപ്പോൾ നമുക്ക് നല്ല ചുമയായിരുന്നു. പിന്നെ ഞങ്ങൾ ചുരത്തിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ പോയി. ഒരു മുട്ട മസാല കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു.